ആസാമിലെ ദൂലാഘട്ട് പള്ളിയാണ് ആ കാണുന്നത്. പള്ളിയുടെ സൈഡിൽ നിൽക്കുന്ന കോക്കനാട്ട്, തെങ്ങുകൾ, കൽപ്പക വൃക്ഷം, ഒരു മനോഹരമായ നെല്ലിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ നെല്ലിക്കായുടെ സീസണല്ല. നെല്ലി നോക്കി നിൽക്കുന്നത്. ഈ നെല്ലിയുടെ ഒരു പ്രത്യേകത, ഇതിൽ ഓർക്കിഡുകൾ വിളഞ്ഞു കിടക്കുന്നതാണ്, പൂത്ത് പുഷ്പിച്ച് നിൽക്കുന്നതാണ്. ആ വെളുത്ത നിറത്തിലുള്ള ഇളം മഞ്ഞ പോലെയുള്ളതാണ് ഓർക്കിഡുകൾ. വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അവയെ എത്ര മനോഹരമായി ദൈവം തീറ്റിപ്പോറ്റുന്നു. അല്പവിശ്വാസികളെ, ഉത്കണ്ഠ കൊണ്ട് ആയുസ്സിൻ്റെ ഒരു മുഴം കൂട്ടുവാൻ കഴിയുമോ? ഇന്ന് വാടിപ്പോകുന്നതും തീയിലെറിയപ്പെടുന്നതുമായ ലില്ലികളെ ഇത്രമാത്രം ദൈവം സംരക്ഷിക്കുന്നെങ്കിൽ മനുഷ്യരായ നിങ്ങളെ എത്രമാത്രം ദൈവം സംരക്ഷിക്കും. ചിരുതൂകി നിൽക്കുന്ന ഈ ഓർക്കിഡ്, അതിൽ നിന്ന് തേൻ നുകരാൻ വരുന്ന ചെറുജീവികൾ, പുഴയിലേക്ക് അല്ല ഒരു തടാകത്തിലേക്ക് നീട്ടിവെച്ചിരിക്കുന്ന ഒരു മാടം, ആ മാടത്തിൽ വന്നിരുന്ന് പ്രാർത്ഥനയ്ക്ക് ആളുകൾ വരുന്നുണ്ട് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഇവിടെ വന്നിരുന്ന് കൗൺസിലിങ്ങും പ്രാർത്ഥനകളും നടത്തുന്നു. ദൈവം എത്ര മനോഹരമായിട്ടാണ് ഓരോന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കുളത്തിൽ മീനുകളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മരത്തിൻ്റെ നിഴലുകൾ കൊണ്ട് ആ മീനുകൾക്ക് കുളിരേകുകയാണ് ആസാമിൽ ജൂലഘട്ടിലുള്ള ഈ സ്ഥലത്ത്. ഈ കുളത്തോട് ചേർന്നാണ് ബംബ്ളൂസ് നാരങ്ങ, നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്ന ബംബ്ളൂസ് നാരങ്ങ നിൽക്കുന്നത്. ധാരാളം നാരങ്ങ ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഈ കുളത്തിൽ വെള്ളത്തിലേക്ക് നോക്കി പതുക്കെ പതുക്കെ നീ നൽകുന്ന വെള്ളം തരുന്നത് കൊണ്ടാണ് ഞാനൊക്കെ വളരുന്നത് എന്ന് നന്ദിയോടെ പറയുകയാണ്. 136 സങ്കീർത്തനം പറയുകയില്ലേ, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിന് നന്ദി പറയുവൻ, അവിടുന്ന് നല്ലവനാണ്. നല്ലവനായ ദൈവം എല്ലാ പക്ഷിമൃഗാദികളെയും നമുക്ക് തരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം അനുദിനം നമ്മെ പോറ്റുന്ന കർത്താവ് നമുക്കാവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. കുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ നാരകത്തിൽ നല്ലൊരു ബംബ്ളൂസ് നാരങ്ങ ഉണ്ടായിക്കിടക്കുകയാണ്. വെള്ളം ഇതിനെ നോക്കി പറയുകയാണ്, ബംബ്ളൂസ് നാരങ്ങയെ നീ നല്ലതാണ്, മനുഷ്യർക്ക് ഭക്ഷണമായി തീരുന്നു. വെള്ളം മാത്രം കുടിച്ചാൽ പോരാ, മനുഷ്യൻ നിങ്ങൾ നൽകുന്ന ഭക്ഷണ സാധനങ്ങളായ ഫലമൂലാദികൾ കൂടി തരണമെന്ന് മൗനമായിട്ട് ജലം കുഞ്ഞോളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പറയുകയാണ്. സുന്ദരമായ ഈ സ്ഥലത്തെ നമുക്ക് എത്ര കണ്ടാലും മതി വരികയില്ല. ഇവിടെ ക്രിസ്തുരാജ ഈ പള്ളിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ബോർഡിംഗ് ഉണ്ട്. 3 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഒരുത്തൻ മനോഹരമായിട്ട് അവനെന്തു ഫലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ക്യാ ഹേ? बच्चा का नाम क्या है? भाची सुलांग. अच्छा नाम है. आपका नाम? जॉन डुंडुम. ओ अच्छा नाम है. ഓഹോ ഓഹോ. പുൽമേടയിൽ മേയുന്ന പശുക്കളും തുള്ളിച്ചാടുന്ന കുഞ്ഞുങ്ങളുമെല്ലാം ഒരു വലിയ കാഴ്ചയാണ്. ആസാമിലെ ജൂലഘട്ടിനോട് വിട പറയുകയാണ്. ഈ കുളത്തിൽ തുള്ളിച്ചാടുന്ന മത്സ്യങ്ങളും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും എത്ര മനോഹരമാണ്. എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ച നൽകുന്ന പ്രദേശം. ഇത് കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ മറ്റു യൂട്യൂബ് കാണണം. എൻ്റെ സണ്ണി പുൽപ്പറമ്പിൽ നിന്നാണ് എൻ്റെ പേര്. സണ്ണി പുൽപ്പറമ്പിൽ നിന്ന് അടിക്കണം, കാണണം. ദൈവവചനം പല രീതികളിൽ മനുഷ്യ ഹൃദയങ്ങളിൽ കൊടുക്കാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനായി ഞാൻ പരിശ്രമിക്കുന്നു. എൻ്റെ ഈ പരിശ്രമത്തോടെ നിങ്ങൾ ചേരുന്നതിന് മുൻകൂട്ടി തന്നെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ജീസസ്.